തിരുവനന്തപുരത്ത് വീട് വച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി വയോധികയെ യൂട്യൂബർ കബളിപ്പിച്ചതായി പരാതി. യൂട്യൂബർ ഷാലു പേയാടിനെതിരെയാണ് ഗുരുതരമായ ആക്ഷേപമുയരുന്നത്. വീട് വെക്കാനായി ഇയാൾ പിരിച്ചെടുത്ത പണം മുഴുവൻ നൽകാത്തത് ചോദ്യം ചെയ്തപ്പോൾ ആക്രമണമുണ്ടായി എന്നാണ് പോലീസിൽ ലഭിച്ച പരാതി. ഇവരുമായി MS വീണ ചേരുകയാണ്. വീണ, ഗുഡ് മോർണിംഗ്. ഈ ഷാലു പേയാടിനെതിരെയുള്ള പ്രധാന ആക്ഷേപം, പരാതി ഏത് തരത്തിലാണ്? KP അശ്വതി, പ്രമുഖ യൂട്യൂബർ ഷാലു പേയാടിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും പരാതിയും ഒക്കെ ഉയരുന്നത്. കാരണം ഈ ഒരു വയോധികയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തിന്റെ പേരിലായാലും ഒരു വയോധികയെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും പൊതുമധ്യത്തിൽ ഷാലു പേയാടിനെതിരെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീട് വച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി ശാന്ത എന്ന വയോധികയെ കബളിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത്. നെറ്റിപൊട്ടിയ ശാന്ത, ഈ ആക്രമണത്തെ തുടർന്ന് നെറ്റിപൊട്ടിയ ശാന്ത മലയങ്കീഴ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നാലെ തന്നെ ശാന്ത മലയങ്കീഴ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ MLA ആയ R ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം വീട് വെച്ച് ശാന്തയ്ക്കും 3 ചെറുമക്കൾക്കും വീട് വെച്ച് നൽകാമെന്ന സഹായം വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായം തേടിക്കൊണ്ട് ഷാലു പേയാട് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയ്ക്ക് നിരവധി പേരുടെ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ് ശാന്ത പറയുന്നത്. പക്ഷേ ആ പണം നൽകാൻ തയ്യാറായില്ല. തനിക്ക് വീട് വെച്ച് നൽകാൻ എന്തുകൊണ്ടാണ് താമസമെന്നടക്കമുള്ള കാര്യങ്ങൾ ശാന്ത ചോദിക്കുന്നു. അല്ലെങ്കിൽ ആ പണം നൽകണമെന്ന് ശാന്ത ആവശ്യപ്പെടുന്നു. തുടർന്നാണ് ഷാലു പേയാടിന്റെ നേതൃത്വത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിലടക്കം പുറത്തു വന്നിട്ടുണ്ട്. റോഡ് മധ്യ, അതായത് ഒരു വഴിവക്കിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന അതിന്റെ സമീപത്ത് നിലത്ത് ആ വയോധിക വീണ് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ ആക്രമിക്കുന്നതും ആക്രോശിക്കുന്നതും തരത്തിലുള്ള ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. സമീപവാസികൾ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെതിരെ വ്യാപകമായിട്ടുള്ള ഷാലു പേയാടിന്റെ പ്രവൃത്തിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് ഇതിലൊരു വിശദീകരണവുമായി സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ഒരു വീഡിയോയിലൂടെ തന്നെ ഷാലു പേയാട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിൽ ചില ന്യായീകരണങ്ങളാണ് നിരത്തുന്നത്. കാരണം ഈ ശാന്ത എന്ന് പറയുന്ന മാനസിക രോഗിയാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ശാന്ത ചില വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളിൽ കബളിപ്പിക്കൽ നടത്തി. ശാന്തയ്ക്ക് ചെറുമക്കൾ മാത്രമാണ് ഉള്ളതെന്നാണ് ശാന്ത പറഞ്ഞത്. ശാന്തയ്ക്ക് മകളുണ്ട്, മകൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്നടക്കം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ സാമ്പത്തിക സഹായങ്ങളൊന്നും തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യം ചെയ്ത ആ വീഡിയോയ്ക്ക് പിന്നാലെ ലഭിച്ചിട്ടില്ല എന്നുകൂടി ഷാലു പേയാട് പറയുന്നുണ്ട്. തനിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു കല്ലൊക്കെ എടുത്ത് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ഷാലു പേയാട് അവകാശപ്പെടുന്നത്. പക്ഷേ ഷാലു പേയാടിന് യാതൊരു വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശാരീരിക പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ മലയങ്കീഴ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഈ വയോധിക ശാന്ത. ഒപ്പം തന്നെ ഈ ഇവരുടെ താമസവും അതായത് വീടില്ലാതെ തെരുവിൽ അലയുന്നതിനാൽ തന്നെ വിവരങ്ങൾ വ്യക്തമാണ്. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ മുറുകുകയാണ് ഷാലു പേയാട്. പോലീസിന്റെ ഇടപെടൽ അത് ഏത് തരത്തിലായിരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.